വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിലെ ഒരു കലാപത്തിനിടയിൽ ഏതാനും കലാപകാരികൾ ഒരു ക്രിസ്ത്യാനിയായ യുവാവിനെ ബലമായി പിടിച്ചുകെട്ടി റോഡിന് നടുവിൽ കിടത്തിയിട്ട് ഒരു കല്ല് അവൻ്റെ തലയ്ക്ക് മുകളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നീ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ഈ കല്ല് നിന്റെ തലയിൽ വീഴും. ഒട്ടും സങ്കോചമില്ലാതെ ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ ഇത്രയേറെ സെല്ലുകളുണ്ട്, അതിൽ ഒരു സെല്ല് കൊണ്ട് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ഞാനെങ്ങനെ പറയും? എൻ്റെ ശരീരത്തിൽ ഇത്രയേറെ സെല്ലുകളുണ്ട്, അതിൽ ഒരു സെല്ല് കൊണ്ട് പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം ഞാനെങ്ങനെ പറയും? അടുത്ത നിമിഷം തന്നെ ആ കല്ല് അവൻ്റെ തലയിൽ വീഴുകയാണ്. മരണത്തിന് മുമ്പിലും സധൈര്യം ചങ്കുറ്റത്തോടെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവൻ രക്തസാക്ഷിയായി. നമുക്ക് വളരെ കംഫർട്ടായിട്ടുള്ള ഒരാൾ നമ്മുടെ വേദനയിൽ നമ്മൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ കൂളാവാറില്ലേ? ആ വ്യക്തി പറഞ്ഞ ഏതാനും വാക്കുകളല്ല അതിന് കാരണം, മറിച്ച് ആ വ്യക്തിയുടെ പ്രസൻസ് കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മളെ ഇത്രമാത്രം അടുത്തറിയുന്ന, നിന്റെ തലയിലെ തലമുടിയിഴ പോലും കൃത്യമായി അറിയുന്ന ദൈവം നിന്റെ കൂടെയുള്ളപ്പോൾ നീ എന്തിനാ ഭയപ്പെടുന്നത്? ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വാക്ക് അത് തന്നെയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഓർക്കണം, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് തന്നെ. എന്നിട്ടും ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്, കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വഴിയിലുടനീളം ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അവൻ ശിഷ്യന്മാർക്ക് നൽകുകയായിരുന്നു. ഒരുപക്ഷെ നിങ്ങളെക്കാൾ ബലവാന്മാർ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കും, നിങ്ങളെക്കാൾ കഴിവുള്ളവർ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കും, നിങ്ങളെക്കാൾ സമ്പന്നർ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കും. എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും എന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ നമുക്ക് അനുസ്മരിക്കാം. ഒരു യാത്രയ്ക്ക് പോകുന്ന ഒരു കുഞ്ഞിനോട് അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഈശോ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ ചെയ്യണം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിൽ ആരംഭത്തിൽ നമ്മൾ കാണും, യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ചെയ്യരുത്. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കും, നിങ്ങളുടെ കൈവശം എന്തൊക്കെ ഉണ്ടാകണം. ഈശോ കൃത്യമായി പറയുകയാണ്, നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെപ്പോലെ വിവേകികളുമായിരിക്കുവിൻ. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യവും അതുതന്നെയാണ്. ഈശോ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ നിർഭയത്വം സാക്ഷ്യം നൽകണം. അതിനായി അവൻ നമുക്ക് നൽകുന്നത് സ്വന്തം ആത്മാവിനെയാണ്. നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനും ദാഹിക്കാനും സാധിക്കണം. നിർഭയത്വം സാക്ഷ്യം നൽകുന്നവരാകാം. മിശിഹ തുണയ്ക്കട്ടെ. ആമേൻ.